ഹലോ, വൈകുന്നേരത്തെ കോഫി കുടിക്ക് ബിസ്ക്കറ്റും ഇലയപ്പമാണ് ഉണ്ടായിരുന്നത്. അത് കഴിച്ചു. എന്ത് മധുരമായിരുന്നറിയാമോ ഇലയപ്പം? നല്ല കണ്ടില്ലേ, നല്ല ശർക്കരയിട്ട നല്ല അടിപൊളി ഇലയപ്പം. അതിനുശേഷം അടുത്ത ദിവസത്തെ കറികൾക്ക് വേണ്ടി തേങ്ങ തിരുകി വെക്കണം. അങ്ങനെ തേങ്ങയൊക്കെ തിരുകി ഒരു പാത്രത്തിൽ മാറ്റി വെച്ചു. തേങ്ങയെല്ലാം തലേദിവസം തിരുവുമ്പോൾ നമുക്ക് അടുത്ത ദിവസത്തേക്ക് എളുപ്പമുണ്ട്. കറികളെല്ലാം അരച്ചാൽ മതിയല്ലോ. ഇല്ലെങ്കിൽ പാട്, വെപ്രാളത്തിൽ പിന്നെ തേങ്ങ തിരുവണം, പിന്നെ ബാക്കി ജോലി നോക്കണം. ഇതാകുമ്പോഴേ തേങ്ങ തിരുവണ്ടല്ലോ, ബാക്കി ജോലി അങ്ങ് നോക്കിയാൽ മതിയല്ലോ. കഞ്ഞിക്കുള്ള വെള്ളം ചൂടായപ്പോൾ അതിൽ അരി കഴുകി ഇട്ടു. ഇങ്ങനെ അരി തിളപ്പിച്ച് വെക്കുമ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ കാര്യം എളുപ്പമായി. പെട്ടെന്ന് ഊറ്റിയെടുത്താൽ മാത്രമേ നല്ല ചൂടോട് കൂടി ഇരിക്കും. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഉറക്കം വേണ്ടിയിട്ട് ആദ്യം തന്നെ പുളിയെടുത്ത് വെള്ളത്തിലിടാം. അത് മീൻ കറിക്ക് വേണ്ടിയാണ്. നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ആവശ്യത്തിന് തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ, പിന്നെ 2-3 ചെറിയ ഉള്ളി, ഇത്രയും ഇട്ട് മിക്സിയിലടിച്ച് എടുത്ത് അരപ്പ് തയ്യാറാക്കാം. അങ്ങനെ മീനിലേക്ക് ഇടുക. നല്ല കലക്കി അടുപ്പിലേക്ക് വയ്ക്കാം. ഞാനിവിടെ മുളക് പൊടി 2 സ്പൂണാണ് ഇട്ടത്. ബാക്കി കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് നിറത്തിന് വേണ്ടി. വച്ചതിന് ശേഷം അടുത്ത് കുക്കർ എടുത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് ഉള്ളി വഴറ്റാം. ഇത് ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ഗ്രീൻ പീസ് കറിയാണ്. അതിന് വേണ്ടി ഉള്ളി വഴറ്റിയതിന് ശേഷം നമുക്ക് ഗ്രീൻ പീസ് ഇടുക. ഇട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ അടുത്ത് വയ്ക്കുന്നത് പയർ തോരനാണ്. പയർ തോരനെല്ലാം അരപ്പ് തയ്യാറാക്കാം. അതിനാവശ്യത്തിന് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക് എന്നിവ അടിച്ച് അത് മാറ്റി വയ്ക്കുക. പയർ തോരൻ വയ്ക്കാം. അതിന് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് കറിവേപ്പിലയിട്ട് ഉള്ളിയും കൂടെ അരിഞ്ഞ് അതിട്ട് ഇതിലിട്ട് നല്ല ഇളക്കി എടുക്കുക. എന്നിട്ട് വെള്ളം ആവശ്യമില്ല, എണ്ണയിൽ തന്നെ ഒന്ന് വെന്തോളും. അത് മൂടി വെച്ച് വേവിക്കുമ്പോൾ നമുക്ക് അപ്പത്തിനുള്ള മാവിൽ അല്പം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് ഞാൻ പരലുപ്പാണ്, അത് വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്തതാണ്. അതാണ് ഇത് ഈ അപ്പത്തിലോട്ട് ഒഴിച്ചത്. ഗ്രീൻ പീസ് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കുക. അതിനുവേണ്ടി ആവശ്യത്തിന് തേങ്ങ എടുത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മസാല എന്നിവ ചേർത്ത് മിക്സിയിലടിക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്ത് 2-3 സ്പൂണ് ഗ്രീൻ പീസ് അതും കൂടി ഇടുമ്പോൾ നല്ല കുഴമ്പ് രൂപത്തിൽ കിട്ടും. കറി നല്ല കുഴമ്പ് രൂപത്തിൽ കിട്ടും. അതിന് വേണ്ടിയാണ് ഗ്രീൻ പീസ്. അത് പോയിട്ട് ഇത് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഗ്രീൻ പീസ് നമ്മളിതിൽ മിക്സ് ചെയ്യുമ്പോൾ അത് ഉള്ളിലോട്ട് പോകും. അരപ്പ് ചേർത്ത് വന്നപ്പോൾ അല്പം വെള്ളം കൂടി, പക്ഷേ കുഴപ്പമില്ല, നമുക്കത് കുറുക്കിയെടുക്കാം. വെള്ളം വറ്റിച്ച് കുറുകിയെടുക്കുമ്പോൾ നല്ല സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് കറി റെഡിയായി. അപ്പോഴത്തേക്ക് നമ്മുടെ പയർ വെന്തു. അതിലേക്ക് അരപ്പിട്ട് കിണ്ടി അടച്ചു വെച്ചതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. അടുത്ത് അപ്പം ചൂടാം. ഈ അപ്പത്തിൽ ഞാൻ തേങ്ങയൊന്നും അരച്ചിട്ടില്ല. പച്ചരി, ചോറ്, തേങ്ങാവെള്ളം, പഞ്ചസാര, ഉപ്പ് ഇത്രയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് അപ്പവും കടലക്കറിയും ചായയും